ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ചതുർത്ഥ്യോऽധ്യായഃ. ശ്രീഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്താ ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാഃ തേ മേ യുക്തതമാം തതാഃ. ഭഗവാൻ പറഞ്ഞു, ആര് എന്നിൽ മനസ്സുറപ്പിച്ച് സ്ഥിരമായ നിഷ്ഠയോടും ശ്രേഷ്ഠമായ ശ്രദ്ധയോടും കൂടി ആരാധിക്കുന്നുവോ അവരാണ് യോഗത്തിൽ ശ്രേഷ്ഠന്മാരെന്നാണ് എൻ്റെ അഭിപ്രായം. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അഥ ഷോഡശോऽധ്യായഃ. ദൈവാസുരസംബന്ധിഭാഗയോഗഃ. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അവരസ്മരസംഭ്രൂതം കിം മന്യത് കാമഹൈതുകം. ജഗത് അസത്യമാണ്, കള്ളം നിറഞ്ഞതാണ്, അതിനൊരാധാരമില്ല. കാമവികാരം കൊണ്ട് അന്യോന്യം ചേർന്നുണ്ടായവയാണൊക്കെയും, അല്ലാതെ മറ്റെന്തുണ്ട് അവർ വാദിക്കുന്നു. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അധ്യായം 16 ദൈവാസുര സമ്പദ് വിഭാഗ യോഗഃ. ശ്ലോകം 9. ഏതാം ദൃഷ്ട്യമഹഷ്ടഭ്യ നഷ്ടാത്മാനോ അൽഫബുദ്ധയഃ പ്രവന്തു ഉഗ്രകർമ്മണഃ ക്ഷയായ ജഗതോ അഹിതാഃ. അർത്ഥം: ഈ ഒരു വീക്ഷണത്തെ മുറുകി പിടിച്ചുകൊണ്ട് വിവേകകെട്ടവരും ക്ഷുദ്രബുദ്ധികളും കടുങ്കൈ ചെയ്യുന്നവരും ദ്രോഹികളുമായ അവർ ലോകത്തെ മുടിക്കാൻ പിറന്നവരെത്രേ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ഷോഡശോऽധ്യായഃ. ദൈവാസുരസമ്പദ്വിഭാഗയോഗഃ. ശ്രീഭഗവാനുവാച തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത. തേജസ്, ക്ഷമ, ധൈര്യം, ബാഹ്യാഭ്യന്തര ശുദ്ധി, ആരെയും ദ്രോഹിക്കാതിരിക്കൽ, പൊങ്ങച്ചം കാട്ടാതിരിക്കൽ, ഈ ഗുണങ്ങളൊക്കെ ദേവീ സമ്പത്തിനെ ആശ്രയിച്ച് ജനിച്ചവന് ഉണ്ടാകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അഥ ഷോഡശോऽധ്യായഃ. ദൈവാസുരസമ്പദ്വിഭാഗയോഗഃ. കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാന്യമദാന്വിതഃ മോഹാത് ഗൃഹീത്വ സദ്ഗ്രാഹാം പ്രവർത്തന്തേ ശുചിവ്രതഃ. എത്ര നിറച്ചാലും നിറയാത്ത ദുര്യക്കടിമപ്പെട്ട ദമ്പം, മാനം, മതം എന്നീ ഗുണങ്ങളോടൊത്തു ചേർന്ന് അവർ മലിന സങ്കല്പങ്ങളിൽ ഒട്ടിനിന്ന് അവിവേകം ഹേതുവായി അസത്വൃത്തരായി തന്നെ ജീവിതം നയിക്കുന്നു. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ഷഷ്ഠയോऽധ്യായഃ. ധ്യാനയോഗഃ. ശ്രീഭഗവാനുവാച ബന്ധുരാമാത്മനസ്തസ്യേ ഏനാത്മൈവാത്മനാ ജിതാഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേദാത്മൈവ ശത്രുവത്. ഏതൊരുവനാണോ ജീവിതത്തിൽ സ്വന്തമായി വിജയിച്ചിരിക്കുന്നത് അവന് താൻ തന്നെ തന്റെ ബന്ധുവാണ്. തന്റെ നിയന്ത്രണത്തിലല്ലാത്തവന് താൻ തന്നെ ശത്രുവിനെ പോലെ ശത്രുത്വത്തിൽ വർത്തിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ഷഷ്ഠോऽധ്യായഃ. ധ്യാനയോഗഃ. ശ്രീഭഗവാനുവാച യഥാ ഹിനേന്ദ്രിയാദിഷു ന കർമ്മസു അനുഷജ്യതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്യ ദോച്യതേ. വിഷയങ്ങളിലും കർമ്മങ്ങളിലും ആസക്തിയില്ലാതെ എല്ലാ മനോവ്യാപാരം ത്യജിച്ചവനെ യോഗാരൂഢൻ, അതായത് യോഗത്തെ പ്രാപിച്ചവൻ എന്ന് വിളിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ഷഷ്ഠോऽധ്യായഃ.
ധ്യാനയോഗഃ. ശ്രീഭഗവാനുവാച ആരുരോക്ഷോർമുനെ യോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്വൈവ ശമഃ കാരണമുച്യത്തെ. കർമ്മയോഗത്തെ പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്ന മുനിക്ക് കർമ്മമാർഗമെന്ന് പറയപ്പെടുന്നു. പിന്നീട് യോഗസിദ്ധി നേടിക്കഴിഞ്ഞ അവന് ശമം കാരണമെന്നും പറയപ്പെടുന്നു.